ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ ഇന്നത്തെ ഈ പരിപാടിയൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. അത് നമ്മളുടെ 2025-ലേക്കുള്ള വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ വിഷൻ ബോർഡ് എന്ന് വിചാരിച്ച മറ്റേ ഫ്രെയിമൊക്കെ ചെയ്ത് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ലൈക്ക് ഐ ആം മോർ ലൈക്ക് ജേർണൽ പേഴ്സൺ. എനിക്ക് ജേർണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയാണ് സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഒരു കുറച്ചധികം വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഡയറി ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഏകദേശം ഒരു എൻ്റെ +1 +2 സമയം തൊട്ട് ഏകദേശം ഒരു ഓൾമോസ്റ്റ് നമ്മളൊരു 10 years ആയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാറുള്ളത്. ആക്ച്വലി ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ +1 +2 സമയത്ത് എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ അവളുടെ അടുത്ത് നിന്നാണ് ആക്ച്വലി എനിക്ക് ഹാബിറ്റ് കിട്ടണത്. അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു ഈ ഡയറി എഴുതുന്ന കാര്യത്തിൽ. അങ്ങനെ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെപ്പോഴും കൂടെ നടക്കാൻ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മളറിയാതെ തന്നെ നമുക്ക് അവരുടെ ചിലപ്പോൾ നല്ല ക്യാരക്ടേഴ്സും ചിലപ്പോൾ നമുക്ക് പൊട്ട ക്യാരക്ടേഴ്സും നമുക്ക് അവരുടെ നിന്ന് കിട്ടാറില്ല. അതുപോലെ എനിക്ക് അവളുടെ അടുത്ത് നിന്ന് കിട്ടിയ ഞാനിങ്ങനെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു ഹാബിറ്റാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നൗ ഇത് ഓൾമോസ്റ്റ് 10 years ആയി സ്റ്റിൽ ഐ എം കണ്ടിന്യൂയിങ് ദാറ്റ് തിങ്. നമുക്കത് ഒരു നല്ലൊരു നമുക്കതൊരു ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമായതുകൊണ്ടാണല്ലോ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. സോ എനിക്കത് ഓൾവേസ് അതൊരു പോസിറ്റീവ് വൈബായിട്ട് തന്നെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു few years ആയിട്ട് ഞാൻ ജേർണലി യൂസ് ചെയ്യണത് സെയിം ഒരു ബ്രാൻഡിൻ്റെ തന്നെ സെയിം ഡയറിയാണ്. ലൈക്ക് ഇവിടെ ജർമ്മനിയിൽ അത് അവൈലബിൾ അല്ല, ഇന്ത്യയിൽ മാത്രമേ അവർക്ക് ഡെലിവറി ഉള്ളൂ. ആർട്ട്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, ഒരു ഓൺലൈൻ ബ്രാൻഡാണ്. ലൈക്ക് ആക്ച്വലി എനിക്ക് അവരുടെ ഡയറി എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര നല്ല ഡയറി ആയിട്ടാണ് തോന്നി. ഞാൻ ഏകദേശം 2022 മുതൽ അവരുടെ ആ ഒരു ഡയറി തന്നെയാണ് യൂസ് ചെയ്യണം. 2022-ലും 2023-ലും ഈ വർഷവും. അതായത് 2024 കിട്ടിയില്ല, കാരണം ഞാൻ ആ സമയത്ത് ഞാൻ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നു. ആൻഡ് ഇപ്പോൾ അവിടെ നിന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം നോക്കിയായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഈ ജേർണൽ എഴുതുന്നവർക്ക് അറിയുമായിരിക്കും, നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഇയർ എൻഡ് ആയ നമ്മളുടെ മെയിൻ തിങ് നമ്മളുടെ ഡയറി അല്ലെങ്കിൽ നമ്മളെ ഒരു ജേർണലിൽ തപ്പി നടക്കുമായിരിക്കും നമുക്ക് ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ലാസ്റ്റ് ഇയർ ഇതേപോലെ കുറേ ഇവിടെയൊക്കെ എല്ലാ ഷോപ്പിലും എല്ലാ മോൾസിലും എല്ലാം കുറേ നടന്നു, കുറേ ജേർണൽ കണ്ടു. പക്ഷെ എല്ലാം ടൈറ്റിലും എല്ലാം ജർമ്മനിലായതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ ആ സാധനം ഡെയിലി ചെയ്യാൻ തോന്നൂ. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത ഡിസൈനും ആ ഒരു നമ്മൾക്ക് അറിയാത്തൊരു ലാംഗ്വേജൊക്കെ ആകുമ്പോൾ ഭയങ്കര നമുക്കൊരു മടുപ്പ് തോന്നും അതിനോട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഒരുപാട് തപ്പി നടന്നിട്ട് ലാസ്റ്റ് എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ജേർണലിൽ കിട്ടി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2025-ലേക്കുള്ള എൻ്റെ ഡയറി ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ, അതായത് ഞാൻ ലാസ്റ്റ് ഒക്ടോബറിൽ നാട്ടിൽ വന്ന സമയത്ത് അപ്പോൾ തന്നെ ഞാനിത് യാത്രയിൽ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തു. ലൈക്ക് ഈ ഒരു ജേർണൽ ഞാൻ നെക്സ്റ്റ് ഇയറിലേക്ക് എൻ്റെ വിഷൻ ബോർഡ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ജേർണലിൽ തന്നെയാണ്. അപ്പോൾ ഇതിനകത്താണ് ഈ ഒരു ഡയറിയാണ് ഞാൻ നെക്സ്റ്റ് ഇയറിലേക്കും കൂടെ യൂസ് ചെയ്യാൻ പോണേ. അപ്പം പിന്നെ ആക്ച്വലി ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു റഫായിട്ട് ഒരു എനിക്ക് എന്താ വേണ്ടതെന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമുക്ക് അടുത്ത വർഷം അത് ചെയ്യണം, നമുക്ക് അടുത്ത വർഷം അത് വേണം, നമുക്ക് അടുത്ത വർഷം ഇത് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് ഫോൺ മേടിക്കണം, അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ. അതെല്ലാം നമ്മൾ റഫായിട്ട് അതൊരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിന് ഇപ്പോൾ വിഷൻ ബോർഡായിട്ട് മറ്റേ ഫോട്ടോ ഒക്കെ വെട്ടിയൊട്ടിച്ച് അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കിനകത്ത് അത് എഴുതി വെക്കുക. ലൈക്ക് ഞാൻ അങ്ങനെയാണ് എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ബുക്കിനകത്ത് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച്
ലൈക്ക് അത്ര വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, സ്റ്റിൽ ആ ഒരു സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് അങ്ങനെ ലൈക്ക് സെറ്റായിട്ട് ആ ഒരു ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ജേർണലിനകത്തും അതുപോലെ ചെയ്യാം. പ്ലസ് നമ്മൾ ഇപ്പോൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടാവില്ല, നമുക്ക് ഇതുപോലെ ആയിരിക്കും, ഈ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത്, അങ്ങനെയൊക്കെ. ലൈക്ക് അതുപോലത്തെ നമുക്ക് വേണ്ട പിക്ചേഴ്സ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാമറയിലൊക്കെ നമുക്ക് നൈസ് ടെംപ്ലേറ്റ്സ്, അപ്പോൾ നമ്മൾ ആ ടെംപ്ലേറ്റ്സ് എടുത്ത് ഈ പിക്ചേഴ്സ് എല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് അവരൊരു ബോർഡ് സെറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ പ്രിൻ്റ് ഔട്ടൊന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സെറ്റാക്കി വയ്ക്കാം. നമ്മളിത് ദിവസം കാണുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഓക്കെ ലൈക്ക് നമുക്ക് എപ്പോഴും ആ ഒരു ത്വര കാണും, ഓക്കെ എനിക്കിത് ചെയ്യുമ്പോഴാണ്, എനിക്കിത് കിട്ടേണ്ടതാണ്, എനിക്കിത് വേണ്ടതാണെന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരുമ്പോൾ ലൈക്ക് നമ്മൾ അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അത് നമുക്കൊരു ലൈക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് മാറും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോ ഞാനിപ്പോൾ ജേർണൽ ചെയ്യണതിന് ഒപ്പം തന്നെ ലൈക്ക് ഐ തോട്ട് ഐ വിൽ ഷെയർ എൻ്റെ ലാസ്റ്റ് ഇയറിലെ വിഷൻ ബോർഡിലുള്ള കുറച്ച് നടന്ന കാര്യങ്ങളൊക്കെ, നടക്കാത്ത കാര്യങ്ങളൊക്കെ ഞാനത് ഈ വർഷത്തെ എൻ്റെ വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്യണതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ലൈക്ക് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കിത് കിട്ടിയിട്ടുള്ള, അതായത് ലൈക്ക് നമ്മൾ ആക്ച്വലി മാനിഫെസ്റ്റിംഗ് എന്ന് പറയണല്ലേ, അതിന് ഭയങ്കര ശക്തിയുണ്ട്. അതായത് നമ്മളെന്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കണോ അത് നമുക്ക് കിട്ടും. അതിന് ലൈക്ക് വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമല്ല, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നിട്ടുണ്ട്. സോ അതുപോലെ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം ഇതാക്കരുത്. ഓൾവേസ് നമ്മൾ ഡ്രീം ബിഗ് ആൻഡ് ലൈക്ക് ഡോണ്ട് സ്റ്റോപ്പ് മാനിഫെസ്റ്റിംഗ്. ഓൾവേസ് മാനിഫെസ്റ്റ് ചെയ്യുക. അത് നടക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മളതിന് വേണ്ടി പ്രയത്നിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മളുടെ കയ്യിലെത്തും. സോ I'm gonna create my vision board, and with that like I will share 2024 എൻ്റെ വിഷൻ ഏതൊക്കെയാണ് സക്സസ് ആയിട്ടുള്ള, അതെന്തൊക്കെയാണെന്നും കൂടെ I will share. ഓക്കെ, ഞാനെൻ്റെ വിഷൻ ബോർഡ് മെയിൻലി ഫോക്കസ് ചെയ്യണത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ഗോൾസ്, പിന്നെ നമ്മളുടെ വെൽത്ത് റിലേറ്റഡ് ഗോൾസ്, പിന്നെ പേഴ്സണൽ എന്തെങ്കിലും നമുക്കൊരു ഗോൾ ഉണ്ടാവില്ലേ, ആ ഒരു കാര്യം വിത്ത് ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോള്. പിന്നെ 4മത്തെയാണ് ലൈക്ക് ഞാൻ ട്രാവലാക്കി വയ്ക്കുക. അതിൽ തന്നെ ലൈക്ക് ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും, അതെല്ലാം നമുക്ക് കവർ ചെയ്യാം. ഒരു ഇത് കൊണ്ടൊന്നും പറ്റില്ല, ലൈക്ക് 1 ഇയറിൽ ഇത്ര സ്ഥലം കവർ ചെയ്യണം, അതൊന്നും നമുക്ക് എന്തായാലും നടക്കില്ല. ബട്ട് സ്റ്റിൽ അതിൽ ഇപ്പോൾ ഒരു 10 ലിസ്റ്റിലിട്ട് അതിലൊരു 5 എങ്കിലും നടക്കുമായിരിക്കില്ലേ ആ ഒരിത്. സോ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 2024 എൻ്റെ മെയിൻ ഗോൾ ഉണ്ടായിരുന്നത് ഞാൻ ജർമ്മനിയിൽ വന്ന് ലൈക്ക് എൻ്റെ ഗ്രാജുവേഷൻ തന്നെ ആയിരുന്നു. അതെനിക്ക് സക്സസ് ആയി, ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ ലൈക്ക് പാർട്ട് ടൈം എല്ലാം കുറേ പാർട്ട് ടൈം ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ലൈക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ജോബ് അത് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ ബർത്ത്ഡേ എനിക്ക് പാരീസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. അത് പക്ഷേ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡിലുള്ള ഒരു സാധനം കൂടായിരുന്നു. അതും നടന്നു. പിന്നെ പേഴ്സണലി ഉള്ള കുറച്ച് ഗോൾസ്, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഫോർ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ലൈക്ക് ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം സക്സസ് ആയിരുന്നു. പിന്നെ അടുത്ത ഒരു ആഗ്രഹമായിരുന്നു സ്റ്റാർട്ടിങ് എൻ്റെ യൂട്യൂബ് ചാനൽ. അതും ലൈക്ക് ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. I don't have that much subscribers or like അത്രയും വ്യൂസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ ലൈക്ക് വാട്ട് ഐ എം ഡൂയിങ്. ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും ഇത് കണ്ട് ലൈക്ക് ഒരാളെങ്കിലും ഇൻസ്പയർ ആയി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ വിൽ ബി സോ ഹാപ്പി. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു സോ ജസ്റ്റ് കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ ലൈക്ക് ഇത് ഇൻസ്പയർ ആയി യു ഓൾസോ ഡിഡ് ദാറ്റ്. അങ്ങനെ സോ അത്രയേ ഉള്ളൂ, അത്രയൊക്കെ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ.
പിന്നെ ഈ വിഷൻ ബോർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ഒരു സംഭവമായിട്ടൊന്നും കണക്കാക്കണ്ട. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ചെയ്യണ കാര്യം തന്നെയാണ്. അത് നമ്മൾ വിഷ്വലി ചെയ്യണമെന്ന് മാത്രം. അതായത് നമ്മൾ ചെറുപ്പം മുതൽ ന്യൂ ഇയറിന് റെസൊല്യൂഷൻ എടുക്കില്ലേ, അടുത്ത വർഷം ഞാൻ കുറേ വെള്ളം കുടിക്കും, പിന്നെ അടുത്ത വർഷം ഞാൻ ഫുള്ളും വർക്കൗട്ട് ചെയ്യും, അങ്ങനത്തെ ഒക്കെ. അത് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, മാക്സിമം ലൈക്ക് ചിലപ്പോൾ ഒരു വീക്ക് ചെയ്യും, 1 മന്ത് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളതങ്ങ് മറക്കും. അപ്പോൾ ഈ സാധനം നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി ലൈക്ക് അത് നമ്മളൊരു ഗോള് പോലെ സെറ്റ് ചെയ്ത് നമ്മളെപ്പോഴും കാണണ രീതിയിൽ ഒരു ബോർഡ് പോലെ സെറ്റ് ലൈക്ക് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ആ ഒരു വിഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അത്രയും നമ്മൾ ചെയ്യണമല്ലോ. അതായത് വലിയ ഒരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട. പിന്നെ ഇതിപ്പോൾ ഇത്രയും ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ജസ്റ്റ് നമ്മളൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടാണേലും നമുക്കതിന് വേണ്ടി ആ ഒരു കാര്യം ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെയും ലൈക്ക് അവരുടെ ഗോളിന് വേണ്ടി സെറ്റാക്കണ എല്ലാവരും ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്കൊരു നമ്മളുടെ ഒരു മൈൻഡ് ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം നമ്മളിത് ചെയ്യണം. So what I want to say is like I'm so grateful for all that happens until today, and I won't stop manifesting my dreams until I achieve what I want to get. So നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുക. ഡോണ്ട് സ്റ്റോപ്പ് മാനിഫെസ്റ്റിംഗ്. ഓൾവേസ് വലിയ കാര്യങ്ങൾ ഡ്രീം ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. സോ വൺ ഡേ ഉറപ്പായിട്ടും അത് നമ്മളുടെ കയ്യിൽ കിട്ടും. ബോർഡ് ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഡിജിറ്റലായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.